അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില മസലകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയുന്ന മസല വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ്. കാരണം പലരും ഗൗനിക്കാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണിത്. ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് എന്റെ ഉളഹിയത്ത് മൃഗമാണ്, ഇത് എന്റെ ഉളഹിയത്താണ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇത് നേർച്ച ഉളഹിയത്ത് ആകുമോ എന്നതാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം പറയട്ടെ, കർമ്മശാസ്ത്രപരമായി ഒരു മസല നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തെ പിന്തുടരലാണ് പൊതുവിൽ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ആ പ്രബല വീക്ഷണത്തിന്റെ എതിർവീക്ഷണങ്ങൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അതിന്റെയൊക്കെ ഭാഗമായി ഈ വിഷയത്തിൽ നമുക്കൊന്ന് ഒരല്പം സംസാരിക്കാം. ഇത് എന്റെ ഉലഹിയത്ത് മൃഗമാണ്, ഇത് എന്റെ ഉലഹിയത്താണ് എന്നൊക്കെ പറയുന്ന പക്ഷം അത് നേർച്ചയായ ഉലഹിയത്ത് തന്നെയാകും എന്നതാണ് പ്രബലമായ വീക്ഷണം. അങ്ങനെ വരുമ്പോൾ നേർച്ച ഉലഹിയത്തിന്റെ എല്ലാ നിയമങ്ങളും അതിന് ബാധകമാകും. നേർച്ചയാക്കിയവൻ കഴിക്കാതിരിക്കുക, അവനും അവന്റെ ആശ്രിതരും അതിൽ നിന്നൊന്നും കഴിക്കാതിരിക്കുക തുടങ്ങിയ പൂർണ്ണമായി സുതക്ക ചെയ്യുക എന്നീ നിയമങ്ങളൊക്കെ അതിന് ബാധകമാവും. അപ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ നാം ഈ ഒരു പ്രബല വീക്ഷണം അനുസരിച്ചുകൊണ്ട് ഉലഹിയത്തിന് ഉദ്ദേശിച്ച ഒരാൾ അവൻ ഉലഹിയത്ത് മൃഗത്തെ നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിന്റെ കൃത്യമായ ചിട്ടാവട്ടങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ നിയമങ്ങൾക്ക് നാം വിധേയമാകും എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് എന്റെ ഉലഹിയത്താണ്, ഇത് എന്റെ ഉലഹിയത്ത് മൃഗമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നേർച്ചയുടെ ഗണത്തിൽ പെട്ടുപോകും. അത് വളരെ ശ്രദ്ധിക്കണം. ഇതാണ് പ്രബല വീക്ഷണം. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കർമ്മശാസ്ത്രത്തിന്റെ വിഷയങ്ങളിൽ പലപ്പോഴും മുഅത്തമദിന് എതിരായിട്ടുള്ള വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വീക്ഷണം ഇവിടെയും നമുക്ക് കാണാം. എന്നാൽ ഇത് എന്റെ ഉലഹിയത്താണെന്ന് പറയുമ്പോൾ ചോദിച്ചവനോട് കാര്യം അറിയിക്കുക എന്ന ഉദ്ദേശമുള്ളത് കൊണ്ട് അത് നേർച്ചയാവില്ല എന്നതാണ് ഇമാം സയ്യിദ് ഉമർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ നൽകിയിട്ടുള്ളത്. ഷർവാനി 9/356 ഇത് കാണാം. അനിവാര്യമായ ഘട്ടങ്ങൾ നമുക്ക് പലപ്പോഴും കാണപ്പെടാറുണ്ട്. പ്രസ്തുത ഫത്വ നമുക്ക് അനുകരിക്കാം. സാധാരണക്കാർ ഈ വിഷയത്തിൽ അത്ര ഗൗനിക്കാതെ ഇതിന്റെ ഉലഹിയത്താണ്, ഇതിന്റെ ഉലഹിയത്ത് മൃഗമാണ്, അത് പ്രാവശ്യം ഉലഹിയത്ത് അറക്കാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നേർച്ചയാവുമെന്നാണ് പ്രബല വീക്ഷണം. പക്ഷെ അവിടെ പ്രബല വീക്ഷണത്തിൽ അതിന് വിരുദ്ധമായി പറഞ്ഞ പണ്ഡിതന്മാരുടെ ഈ ഫത്വകളൊക്കെ നമ്മൾ പിൻപറ്റിക്കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കർശന നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇവിടെ നമുക്ക് കാണുന്നുണ്ട് എന്ന് കൂടി ഈ വിഷയത്തിൽ നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും പ്രബല വീക്ഷണത്തെ മാനിച്ചുകൊണ്ട് ആ നിലക്ക് ഫോളോ ചെയ്യാൻ കഴിവുള്ളവർ, അറിവുള്ളവർ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് വീണ്ടും അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഫത്വയോട് യോജിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പ്രസ്താവിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഉലുഹിയത്തിന്റെ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് നവൈത്തുൽ ഉലുഹിയത്തൽ മസ്നൂനത്ത, സുന്നത്തായ ഉലുഹിയത്തിനെ ഞാൻ കരുതി എന്ന് തന്നെ വ്യക്തമായി നിയ്യത്ത് ചെയ്യണം എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് സുന്നത്തായ എന്ന് ചേർത്ത് പറയണമെന്ന്. പ്രബല വീക്ഷണം അനുസരിച്ച് നവൈത്തുൽ ഉലുഹിയത്ത എന്ന് പറഞ്ഞാൽ അത് നേർച്ചയാവും എന്ന് തന്നെയാണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. യാനത്ത് 2/376 അമ്പകുന്ന് ഗരീബ് നവാസ് മീറാനിയ ഇസ്ലാമിക് ശരിയത്ത് കോളേജിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മക്കളെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.